അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 12 മണിയായി കേട്ടോ. അപ്പോൾ ചോറും കറിയും വെക്കാനുള്ള ധൃതിയിലാണ് ഞാൻ. മീൻ നേരത്തെ തന്നെ വെട്ടി തേച്ച് കഴുകി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെട്ടി തേച്ച് കഴുകി നേരത്തെ തന്നെ വെച്ചു. അതിനുശേഷം ഞാൻ കറി വെക്കാനായിട്ടും വറക്കാനും ഒക്കെ ആയിട്ട് മാറ്റിയെടുത്ത് വെച്ചു. 2-3 മീനെടുത്ത് അരപ്പ് തേച്ച് വറക്കാനായിട്ട് മാറ്റി വെച്ച്. നമ്മുടെ വലിയ മോനങ്ങോട്ട് മത്തി വറുത്തതൊന്നും അങ്ങനെ കൂട്ടാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമായിട്ട് ഞാൻ 3 പീസ് എടുത്ത് വറക്കാനായിട്ട് വെച്ചു. ബാക്കി എടുത്ത് കറി വെക്കാനായിട്ട് മുളക് കറിയാണ് വെക്കുന്നത്. മുളക് കറി വെക്കാനായിട്ട് എടുത്തു. അങ്ങനെ മുളക് കറിക്കുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം അരപ്പും ഒക്കെ റെഡിയാക്കി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് മൂടി വെച്ച് തിളച്ച് വരാനായിട്ട് മൂടി വെച്ചതിന് ശേഷം തിളച്ച് വന്നപ്പോഴത്തേക്ക് മീനൊക്കെ പെറുക്കിയിട്ട് കൊടുത്തു കേട്ടോ. മീനൊക്കെ പെറുക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ തോരൻ എന്തെങ്കിലും വേണമല്ലോ, അതിനായിട്ട് രാവിലെ തന്നെ കുറച്ച് പാലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പാലൊക്കെ അത് വെള്ളത്തിലെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ കുറച്ച് നേരം വെച്ചിരുന്നു കേട്ടോ. അതിന് ശേഷം അതൊക്കെ എടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം എടുത്തൊന്ന് അരിഞ്ഞെടുത്തു. എന്നിട്ട് അതൊന്ന് തോരൻ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വലിയ ചടങ്ങായിട്ടൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല. കുറച്ച് എന്താ പറയുന്ന ഒന്ന് കടുക് താളിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് നമ്മുടെ എന്താ പറയുന്ന പാലക്കിനകത്ത് കുറേയേറെ വെള്ളം ഉണ്ടാവുമല്ലോ, മറ്റുള്ള ചീരകളെ പോലെ അല്ലല്ലോ, നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. തേങ്ങ ഇട്ട് ഇളക്കിയെടുത്തപ്പോഴത്തേക്ക് തോരൻ റെഡിയായി. പിന്നെന്താ അതിന് ശേഷം ഞാൻ മീൻ വറക്കാനായിട്ട് വെച്ചു. മീൻ വറുത്തു. അങ്ങനെ മീൻ കറിയും മീൻ വറുത്തതും തോരനും ഒക്കെ റെഡിയായി. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള സമയമായി കേട്ടോ. അപ്പോഴത്തേക്ക് ചോറ് വിളമ്പി കെട്ടിയവൻ ഉണ്ണാൻ വന്നു. കെട്ടിയവനായിട്ട് ചോറ് വിളമ്പി മീൻ വറുത്തതും തോരനും മീൻ കറിയും പിന്നെ തലേന്നത്തെ കുറച്ച് അവിയലും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ആയിട്ട് വിളമ്പി കൊടുത്തു. അതിന് ശേഷം ഞാനും കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം